വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ട KCB മുൻകാല കരാർ ജീവനക്കാരൻ N. ബാലകൃഷ്ണന് അഭയം നൽകി പത്തനാപുരം ഗാന്ധി ഭവൻ. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷനും 24ഉം ചേർന്നാണ് ബാലകൃഷ്ണന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി ഗാന്ധി ഭവനിലേക്ക് എത്തിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് KSEBയുടെ നിർണായകമായ പല പദ്ധതികളിലും സജീവമായിരുന്ന ജീവനക്കാരനായിരുന്നു N. ബാലകൃഷ്ണൻ. നൈപുണ്യമുള്ള അദ്ദേഹം തന്റെ സാങ്കേതിക മികവ് വർഷങ്ങളോളം ഈ സ്ഥാപനത്തിനായി പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ജോലിക്ക് ശേഷം വാർദ്ധക്യത്തിൽ തികച്ചും ഒറ്റപ്പെട്ട നിലയിലായി. ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും വേർപിരിഞ്ഞു കഴിയുകയാണ്. വീടില്ലാത്ത അദ്ദേഹം ദൈനംദിന ജീവിതത്തിന് പോലും വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. ഓരോ ദിവസവും ആഹാരത്തിന് പോലും വകയില്ലാത്ത അതീവ ദയനീയ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഈ അവസ്ഥയിലാണ് 24ന്റെയും കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെയും ഇടപെടൽ. ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വൈദ്യുതി ബോർഡിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ള നമ്മുടെ വിവിധ പ്രോജക്റ്റുകളിൽ എക്സ്റേ വെൽഡറായിരുന്നു. ഒരു തികഞ്ഞ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ഈ ജീവിത സായാഹ്നത്തിൻ്റെ അനാഥത്വത്തിൽ അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായ പത്തനാപുരം ഗാന്ധി ഭവനും വിശിഷ്യ പുനലൂർ സോമരാജൻ സാറിനും 24 ചാനലിൻ്റെ MD ശ്രീ ശ്രീകണ്ഠൻ നായർ സാറിന് ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രവും പരിചരണവും ലഭിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ബാലകൃഷ്ണൻ. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ അസോസിയേഷൻ്റെ ഭാരവാഹി മിസ്റ്റർ പ്രശാന്തിനെ കണ്ടു. 2-3 ദിവസത്തെ പരിശ്രമ ഫലമായാണ് എനിക്ക് ഈ ചാൻസ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും പരിശ്രമ ഫലമായി എനിക്ക് ഈ ചാൻസ് കിട്ടിയതിന് അവർക്കും ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.